celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫൊക്കാനയുടെ 2022-2024 വർഷങ്ങളിലെ സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 2024 ജൂലൈ 18 മുതൽ 20 വരെ നോർത്ത് പെതസ്റ്റയിലെ മോണ്ട്ഗോമറി കൗണ്ടി കോൺഫറൻസ് സെന്ററിൽ നടക്കാനിരിക്കുന്ന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ 21ാമത് ദേശീയ കൺവെൻഷനിലായിരിക്കും അവാർഡുകൾ സമ്മാനിക്കുക എന്ന് ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. പ്രമുഖ അമേരിക്കൻ മലയാളി സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ കോശി തലയ്ക്കൽ അധ്യക്ഷനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് മലയാള രചനയുടെ പുരസ്കാരത്തിന് അർഹരായവരെ തിരഞ്ഞെടുത്തത്. ആംഗലേയ സാഹിത്യ പുരസ്കാരത്തിനുള്ള കൃതികൾ തിരഞ്ഞെടുത്തത് സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ പ്രൊഫസർ സണ്ണി മാത്യൂസ് അധ്യക്ഷനായ ജഡ്ജിംഗ് കമ്മിറ്റിയാണ്. മികച്ച സാഹിത്യകാരന്മാരും നിരൂപകരും അടങ്ങിയതായിരുന്നു ജഡ്ജിംഗ് കമ്മിറ്റി. പുരസ്കാരങ്ങൾ നേടിയ സാഹിത്യകാരന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായി പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. ഗീത ജോർജ് കോർഡിനേറ്ററും ബെന്നി കുര്യൻ ചെയർമാനും സണ്ണി മറ്റമന കോ ചെയർമാനുമായിട്ടുള്ള അവാർഡ് കമ്മിറ്റിയുടെയും ജഡ്ജിംഗ് കമ്മിറ്റിയുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. കേരളത്തിൽ അക്കാദമി അവാർഡ് പോലുള്ള അവാർഡുകൾക്ക് തുല്യമായാണ് ഫൊക്കാന സാഹിത്യ അവാർഡിനെ അമേരിക്കൻ മലയാളികൾ നോക്കിക്കാണുന്നതെന്ന് അവാർഡ് കമ്മിറ്റി കോർഡിനേറ്ററായ ഗീത ജോർജ് അറിയിച്ചു. ഫൊക്കാനയുടെ ആരംഭകാലം മുതൽ സാഹിത്യ പുരസ്കാരങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകിയിരുന്നതായി ഗീത കൂട്ടിച്ചേർത്തു. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റ് തകഴി ശിവശങ്കരപിള്ളയുടെ വീട്ടിലെ ഷോക്കേസിൽ അദ്ദേഹത്തിന് കിട്ടിയ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരത്തിനൊപ്പം ഫൊക്കാന സാഹിത്യ അവാർഡിന്റെ ഫലകവും സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഫൊക്കാന അവാർഡിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്ന് അവാർഡ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കുര്യൻ അറിയിച്ചു. അമേരിക്കയിലും കാനഡയിലുമുള്ള എഴുത്തുകാരുടെ 2022 മെയ് മാസം മുതൽ പുരസ്കാര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച കൃതികളാണ് അവാർഡിന് പരിഗണിച്ചത്. അവാർഡ് ലഭിച്ച കൃതികൾ കേരളത്തിൽ നിന്നുള്ള സൃഷ്ടികളെക്കാൾ ഒട്ടും മാറ്റുകുറഞ്ഞതല്ലെന്ന് ജൂറി വിലയിരുത്തി. അവാർഡിന് അർഹരായ നിരവധി ജേതാക്കൾക്ക് തങ്ങളുടെ പ്രഥമ പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏറെ ഇരുത്തം വന്ന സാഹിത്യകാരന്മാരുടെ മികച്ച കൃതികൾക്കൊപ്പം വയ്ക്കാവുന്ന ഗുണനിലവാരമുള്ള സൃഷ്ടികളാണ് സമ്മാന അർഹമായതെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തിയതായി കോ ചെയർമാനായ സണ്ണി മറ്റമന അറിയിച്ചു. കൂടാതെ അവാർഡിനായി ലഭിച്ച ഓരോ കൃതികളും ഒന്നിനൊന്ന് മികച്ചവയായിരുന്നുവെന്നും ഏറെ അവധാനതയോടെ പരിശോധിച്ചാണ് കൃതികൾ അവാർഡിന് പരിഗണിച്ചതെന്നും കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.